ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖല്ലേ? അപ്പൊ ഇന്ന് വീണ്ടും ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ്. അപ്പൊ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചാൽ എനിക്കൊരു 3 കിലോ കേക്ക് ഉണ്ടാക്കാനുണ്ട്. ഇപ്പൊ സമയം രാവിലെ 8:45. എല്ലാവരും പോയി. അപ്പൊ എനിക്ക് വേറെ കുക്കിംഗ് പരിപാടികളൊന്നുമില്ല. അപ്പൊ ഇന്ന് ബേക്കിംഗ് പരിപാടി മാത്രമേ ഉള്ളൂ. ഉച്ചയാകുമ്പോഴേക്കും എല്ലാം അവസാനിപ്പിക്കണം. അപ്പൊ പിന്നെ ഞാൻ അങ്ങനെ പ്രൊഫഷണൽ ബേക്കർ ഒന്നും അല്ലാത്ത കാരണം എന്റെ ടിന്ന് ഒരേപോലെ സെയിം ഒന്നുമില്ല. അപ്പൊ 3 പ്രാവശ്യമായിട്ട് തന്നെ ഉണ്ടാക്കണം. ആരുടെ ബർത്ത്ഡേ എന്ന് പറഞ്ഞില്ലല്ലോ. അപ്പൊ എന്റെ ഫ്രണ്ട് രേഷ്മയുടെ 2 മക്കളുടെയും ബർത്ത്ഡേ ഒരുമിച്ച് തന്നെ ആഘോഷിക്കണേ. അടുത്തടുത്ത ദിവസങ്ങളിലാണ് കേട്ടോ ബർത്ത്ഡേറ്റ്സ്. അപ്പൊ ഇവരുടെ ബേബി ഷവർ, രണ്ടുപേരുടെ ടൈമിലുള്ള ബേബി ഷവർ നമ്മുടെ ചാനലിൽ വ്ളോഗായിട്ടുണ്ട്. അപ്പൊ ഒരുവിധ പേർക്ക് അറിയുന്നുണ്ടാവും. അപ്പോ മൂത്ത മോളുടെ ബർത്ത്ഡേ കേക്ക് ഇതുവരെ ഉള്ളതെല്ലാം ഞാൻ തന്നെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. രണ്ടാമത്തെ ബേബിയുടെ ഫസ്റ്റ് ബർത്ത്ഡേ ആണ് കേട്ടോ. എന്തായാലും നമുക്ക് ഉണ്ടാക്കാം. വാൻചോ കേക്ക് ഉണ്ടാക്കാന്ന് വിചാരിക്കണം. അതാണ് ഇവിടെ എല്ലാവർക്കും ഇഷ്ടം. ഞാൻ എല്ലാത്തിനും വേണ്ടിയിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആദ്യം തന്നെ അളന്ന് മാറ്റി വെക്കാൻ പോവാണ്. അപ്പൊ കുറച്ച് പണി തീർന്ന പോലെ ഉണ്ടാവും. അരിക്കലും പിടിക്കലും ഒക്കെ ഒരു പണിയാണല്ലോ. അപ്പൊ അതങ്ങോട്ട് മാറ്റി വെക്കാം. 3 ഇങ്ങനെ പ്ലെയിൻ പേപ്പറുകളുണ്ട്. ഞാൻ ഈ പ്ലെയിൻ പേപ്പർ കിട്ടുമ്പോൾ എടുത്ത് വെക്കും, പൊടി അരിക്കാൻ വേണ്ടിയിട്ട് തന്നെ. 3 കിലോ കേക്കിന്റെ ബാറ്ററി ഒരുമിച്ച് ഉണ്ടാക്കിയാലും മതി. പക്ഷെ എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് അറിയാത്തതുകൊണ്ടാണ് ഞാനിങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് ചെയ്യുന്നത്. അതിന്റെ വിദ്യാവണ്ണം ചെയ്താലേ ചിലപ്പോൾ എനിക്കത് അങ്ങോട്ട് കറക്റ്റായിട്ട് കിട്ടുള്ളൂ. ഇനി 3 വേണ്ടിയിട്ടുള്ള ബേക്കിംഗ് പൗഡർ, ബേക്കിംഗ് സോഡ, ഒരു നുള്ളു ഉപ്പ് വീതം എല്ലാത്തിലും ഇട്ട് വെക്കാൻ പോവാണേ. ഞാൻ ഇതേപോലത്തെ ഒരു അരിപ്പ പണ്ട് നാട്ടിൽ നിന്ന് കൊണ്ടുവന്നത്, അതിലാണ് കേട്ടോ ഇപ്പൊ എല്ലാ പൊടികളും വേറൊരു പേപ്പറിലേക്ക് അരിച്ചരിച്ച് പൊതിഞ്ഞ് വെക്കാൻ പോവാ. അപ്പൊ വലിയൊരു പണി കുറഞ്ഞ പോലെ തോന്നും. പിന്നെ ബാക്കി അവിടെ മിക്സിംഗ് ബൗളിൽ മിക്സ് ആക്കിയാൽ മാത്രം മതി. അപ്പൊ ഈ കേക്കിന്റെ റെസിപ്പി ഞാൻ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. നല്ല ഡീറ്റെയിൽഡ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. എന്നാലും ഒരുപാട് നീട്ടി വലിച്ചിട്ടും ഇല്ല. അപ്പൊ എല്ലാവരും ഒന്ന് കണ്ടു നോക്കിയിട്ട് ഒരു പ്രാവശ്യമെങ്കിലും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അത്ര എളുപ്പമാണ്. എന്തായാലും പെർഫെക്റ്റ് ആയിട്ട് കിട്ടുന്ന ഉറപ്പുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ. പിന്നെ ഉണ്ടല്ലോ, ആദ്യമായിട്ട് കേക്ക് ഉണ്ടാക്കുമ്പോൾ ഒരുപാട് പാത്രം കിടന്നറിയും. പിന്നെ ചെയ്ത് പരിചയമാകുമ്പോ പാത്രങ്ങളുടെ എണ്ണൊക്കെ ഒന്ന് ചുരുങ്ങും കേട്ടോ. ഇപ്പൊ ഞാനിങ്ങനെ പേപ്പർ യൂസ് ചെയ്യാൻ തുടങ്ങിയപ്പോ നല്ല എളുപ്പമുണ്ട്. അത്രയും പാത്രം കുറഞ്ഞു കിട്ടിയാൽ എത്ര പ്ലേറ്റ് ഞാൻ ഇവിടെ നിരത്തുമെന്ന് അറിയോ. അപ്പൊ പേപ്പർ നല്ല വൃത്തിയുള്ള പേപ്പർ തന്നെയാണ്. പേപ്പറിൽ ചെയ്യണോണ്ട് എന്റെ അടുത്ത് വിരോധം ഉണ്ടോന്ന് എനിക്കറിയില്ല. എന്തായാലും ഇതൊരു പ്ലെയിൻ പേപ്പറാണ്. നല്ല വൃത്തിയിൽ ഞാൻ മടക്കി സൂക്ഷിച്ച് വെച്ചിരുന്ന പേപ്പറാണ്. അങ്ങനെ 3 കിലോ കേക്കിനുള്ള ഫ്ലോറുകൾ 3 സെപ്പറേറ്റ് പൊതികളാക്കി വെച്ചു കേട്ടോ. കാണുമ്പോ തന്നെ ഒരു സമാധാനം. ഇനി ബാക്കി പണി നോക്കിയാൽ മതിയല്ലോ. ഞാൻ ഓർത്തേ 2 തന്നെ ബേക്ക് ചെയ്ത് ട്രൈ ചെയ്ത് നോക്കാന്ന്. ഒരേ ഫ്ലേവറിലുള്ളത്. കഴിഞ്ഞ പ്രാവശ്യം എന്ന് വെച്ചാൽ വാനിലയും ചോക്ലേറ്റ് ആണ് ഒരുമിച്ച് ചെയ്തിട്ടുണ്ടായി. അപ്പൊ ചോക്ലേറ്റ് പെട്ടെന്നാവും, വാനില ഇത്തിരി ടൈം എടുക്കും. അപ്പൊ എനിക്ക് അപ്പുറത്ത് ബ്ലെസ്സിയുടെ കയ്യിൽ നിന്ന് ഒരേപോലത്തെ ട്രേ കിട്ടി. അപ്പൊ പിന്നെ സമയം ലാഭിക്കാലോ എന്ന് വിചാരിച്ചിട്ട് എന്തായാലും ട്രൈ ചെയ്ത് നോക്കട്ടെ. അപ്പൊ 2 കിലോന്റെ കേക്ക് ബാറ്ററാണ് കേട്ടോ ഒരുമിച്ച് ഉണ്ടാക്കുന്നത്. ആരെങ്കിലുമൊക്കെ കേക്ക് ഉണ്ടാക്കി തരുമ്പോഴോ അല്ലെങ്കിൽ കടയിൽ നിന്ന് മേടിച്ച് കഴിക്കുമ്പോഴൊന്നും ആ ഒരു ബുദ്ധിമുട്ട് തോന്നില്ല കേട്ടോ. നമ്മൾ സ്വന്തമായിട്ട് കേക്ക് ഉണ്ടാക്കുമ്പോഴാണ് ഒരു കേക്കിൽ തന്നെ എത്ര ഓയിലും എത്ര ഷുഗറാണെന്ന് അറിയോ ആഡ് ചെയ്യണത്. അത് കാണുമ്പോൾ ഒരു പേടിയാണ് കേട്ടോ. എന്നാലും കഴിക്കണേന് കുറവൊന്നുമില്ല. പിന്നെ പൊതുവേ എനിക്ക് അത്ര ഭയങ്കര ക്രേസ് ഒന്നുമില്ല കേക്ക് കഴിക്കാനായിട്ട്. കേക്ക് കഴിക്കാൻ അത്ര വലിയ കൊതിയൊന്നും ഇല്ലെങ്കിലും കുറച്ച് ദിവസമായിട്ടുണ്ടല്ലോ എനിക്ക് ചോക്ലേറ്റിനോട് വല്ലാത്തൊരു കൊതിയെന്നുമല്ല, ഒരു ആർത്തിന്ന് വേണമെങ്കിൽ പറയാം. കണ്ടിട്ടുണ്ടെങ്കിൽ ഞാനത് ഒളിച്ച് കൊണ്ടുവച്ചിട്ടായിരുന്നു കഴിക്കും കേട്ടോ, പിള്ളേർക്കും കൂടി കൊടുക്കാണ്ട്. എന്തോ ഭാഗ്യത്തിന് ചിക്കുവിനും കിച്ചുവിനും അത്ര വലിയ ചോക്ലേറ്റ് കൊതിയൊന്നുമില്ല. പിന്നെ അവർക്ക് സ്കൂളിൽ നിന്ന് എന്തെങ്കിലും കിട്ടിയാലും അധികവും എനിക്ക് കൊണ്ടുതരും കേട്ടോ, എൻ്റെ ഒരു കൊതി കണ്ടിട്ട്. വല്ല ഷുഗർ ഉണ്ടോയെന്ന് എനിക്ക് വല്ല ഡൗട്ടുണ്ട്. ഈ ഒരു ഏജ് എത്തിയപ്പോഴാണ് ഇങ്ങനത്തെ ഓരോ കുഞ്ഞു പ്രാന്തുകളൊക്കെ തുടങ്ങിയിട്ടുള്ളത് കേട്ടോ. പിന്നെ പണ്ടൊക്കെ എൻ്റെ വിചാരം എന്താണെന്ന് വെച്ചാൽ, പണ്ട് നമ്മൾ കുഞ്ഞായിരിക്കുമ്പോൾ ഗൾഫിൽ നിന്നൊക്കെ എല്ലാവരും ചോക്ലേറ്റൊക്കെ കൊണ്ടുവരൂലേ. അപ്പോൾ ഇങ്ങനെ വിചാരിക്കും അവർക്കൊക്കെ എന്തൊരു സുഖാലേ, എന്നും ചോക്ലേറ്റ് കഴിക്കാം എന്നൊക്കെ. പക്ഷെ ഇവിടേക്ക് ഇങ്ങനെ ഒരു പ്രവാസിയായിട്ട് മാറിയപ്പോഴാണല്ലോ മനസ്സിലായതൊക്കെ. നമ്മളിങ്ങനെ നാട്ടിലേക്ക് പോകുമ്പോൾ ഗിഫ്റ്റ് കൊടുക്കാനാണല്ലോ ഇതൊക്കെ മേടിക്കുന്നത്. അല്ലാണ്ട് ഇപ്പോൾ ഇവിടെ ആരാ ഇപ്പോൾ ചോക്ലേറ്റൊക്കെ മേടിച്ച് വെച്ചിരുന്ന് കഴിക്കണത്. അങ്ങനെ ചോക്ലേറ്റ് കൊതി പറഞ്ഞ കഥ എങ്ങോട്ടൊക്കെയോ പോയി. അപ്പം അങ്ങനെ 2 കിലോ ബാറ്ററി സെറ്റാക്കിയിട്ട് 2 ട്രേയിലായിട്ട് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി അതൊന്ന് പ്രീ ഹീറ്റ് ചെയ്ത് ഓവനിൽ വെച്ചിട്ട് ബേക്ക് ചെയ്തെടുക്കണം.
അപ്പം അങ്ങനെ നമ്മുടെ 2 കിലോ വാനില കേക്ക് സെറ്റാവും കേട്ടോ. പിന്നെ ഇനി 1 കിലോ ചോക്ലേറ്റും കൂടി സെറ്റാക്കിയിട്ടുണ്ടെങ്കിൽ 2 വാൻചോ കേക്ക് സെറ്റാക്കാനുള്ള കേക്ക് നമുക്ക് റെഡിയായി കിട്ടും. 2 പേർക്ക് മുറിക്കാനുള്ളതാണ് കേട്ടോ. അങ്ങനെ എൻ്റെ സിങ്ക് നിറഞ്ഞിട്ടുണ്ട്. ഇത് രാവിലെ തുടങ്ങിയുള്ള പാത്രങ്ങളുണ്ട് കേട്ടോ, കേക്ക് ഉണ്ടാക്കാൻ മാത്രം ഉപയോഗിച്ചതല്ല. അപ്പം അങ്ങനെ അതൊക്കെ ക്ലീൻ ആക്കിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് എൻ്റെ പണികളൊക്കെ തീരണമെങ്കിൽ ഒന്നിൽ ഫോണിൽ എന്തെങ്കിലും വീഡിയോ ഒക്കെ വെച്ചുകൊണ്ടിരിക്കണം, അല്ലെങ്കിൽ ഞാൻ ആരെങ്കിലോടും ഫോണിൽ സംസാരിച്ചുകൊണ്ടേയിരിക്കും. അപ്പം എനിക്ക് പെട്ടെന്ന് എൻ്റെ പണികൾ തീരുന്ന പോലെയാണ് കേട്ടോ. പക്ഷെ എന്നോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നവർ പറയാറ് അവർ കിടന്ന് സംസാരിക്കും. പക്ഷെ ഞാൻ കിടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ചാൽ വല്ല ഫോണൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ എനിക്ക് പണി തുടങ്ങുക ചെയ്യാം കേട്ടോ. അപ്പം അങ്ങനെ എൻ്റെ പണികൾ തീരും, അവരുടെ പണികളുടെ അവതാളത്തിലാവും. അങ്ങനെ കേക്ക് ബേക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഞാൻ അതാവണ സമയം കൊണ്ട് നമുക്ക് പുറത്ത് കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട് കേട്ടോ. കുറച്ച് ഇലകളൊക്കെ ഇങ്ങനെ പറന്ന് വന്നിട്ടേ അങ്ങനെ ഉണങ്ങിയ ഇലകളൊക്കെ ഇങ്ങനെ കിടക്കുന്നുണ്ട്. അതൊക്കെ ഒന്ന് അടിച്ചു കൂട്ടി കവറിലാക്കി വെക്കണം. ഇനി വേസ്റ്റ് വരുമ്പോൾ അതിൽ കൊണ്ട് കളയാലോ. പിന്നെ അതേപോലെ തന്നെ ഫ്രണ്ടിലായാലും മഴ പെയ്തിട്ടേ ചെടിച്ചട്ടിയിൽ നിന്നൊക്കെ വെള്ളം ഒഴിവാക്കി അതൊരു കറ പോലെ വന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് തേച്ച് കഴുകി വൃത്തിയാക്കണം. ഇതൊക്കെയാണ് ഇന്നത്തെ പരിപാടികൾ. അധികവും ചേട്ടനും കൂടി ഉള്ളപ്പോഴാണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാറുള്ളത്. ശനി ഞായറും കേട്ടോ. ഇപ്പോൾ ശനി ഞായറൊന്നും സമയം കിട്ടാത്ത പോലെയാണ്. അധികം ശനി ഞായറൊക്കെ ആകുമ്പോൾ എന്തെങ്കിലും ബർത്ത്ഡേ പാർട്ടിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പരിപാടികൾ വരുവാണ് കേട്ടോ. അങ്ങനെ സമയങ്ങൾ ഇങ്ങനെ പോവുകയാണ്. അപ്പോൾ കിട്ടിയ സമയത്ത് ഞാനിങ്ങനെ കുറച്ച് കാര്യങ്ങൾ ചെയ്തു വെച്ചതാണ്. ഹൗസ് ടൂർ വീഡിയോ കണ്ടവർക്ക് അറിയായിരിക്കും ഒരു കോമ്പൗണ്ടിൽ 2 വീടുകളാണെന്ന്. റൈറ്റ് സൈഡിൽ കാണുന്ന ചെടികളൊക്കെ ബ്ലെസ്സിയുടെ ആണ് കേട്ടോ. ഇപ്പുറത്തെ സൈഡിൽ കാണുന്നതാണ് നമ്മുടെ സൈഡ് കേട്ടോ. അപ്പോൾ അവർക്ക് അതിലൂടെയൊക്കെ ചെടി വെക്കാൻ പറ്റുന്നത് നമ്മളിങ്ങനെ പരിചയക്കാരായതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഇപ്പോൾ അവിടെ ചെടി വെക്കാൻ വരണമെങ്കിൽ തന്നെ നമ്മുടെ കോമ്പൗണ്ടിൽ കൂടെ വേണമെങ്കിൽ വരണമെങ്കിൽ. അപ്പോൾ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു കേട്ടോ. വീട് മേടിക്കുമ്പോഴായാലും ഇങ്ങനെ 2 വീടൊക്കെ ആകുമ്പോഴേ ഇങ്ങനെ സഹകരണം ഇല്ലാത്തവരായിട്ടുണ്ടെങ്കിലൊക്കെ കുറച്ച് കഷ്ടമാണല്ലോ. അല്ലെങ്കിൽ ഇപ്പോൾ ജപ്പാൻകാരോ അല്ലെങ്കിൽ വേറെ നാട്ടുകാരോ ഒക്കെ ആണെങ്കിൽ ചിലപ്പോൾ അവർക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെടില്ല. നമ്മളിങ്ങനെ പെരുമാറുമ്പോഴൊക്കെ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ കഷ്ടമാണല്ലോ. ഒരു കോമ്പൗണ്ടിൽ കിടന്നിട്ട് കഷ്ടപ്പെടേണ്ടി വന്നേനെ. എന്തോ അങ്ങനെ നമ്മുടെ കേക്ക് ബേക്കായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി അടുത്തത് ചോക്ലേറ്റ് കേക്കും കൂടി സെറ്റാക്കണം. അതും ഞാൻ സെറ്റാക്കി. പിന്നെ ഫുൾ വീഡിയോ ഒന്നും എടുത്തില്ല കേട്ടോ. അങ്ങനെ രാത്രി ചേട്ടൻ വന്നപ്പോൾ ചേട്ടനാണ് ക്രം കോട്ട് ചെയ്ത് സെറ്റാക്കി തന്നത്. ചേട്ടനാണ് ഇങ്ങനത്തെ പണികളൊക്കെ എനിക്ക് ചെയ്തു തരാം കേട്ടോ. പിറ്റേ ദിവസം നമ്മൾ ഒരു കേക്കിന് പിങ്ക് കളറും ഒരു കേക്കിന് വൈറ്റ് കളറും ഈ ChatGPT നിന്നാണ് റെഫറൻസ് ഒക്കെ എടുത്തത് ഡിസൈനിന് വേണ്ടിയിട്ട്. പക്ഷെ വിചാരിച്ച അത്ര ഭംഗിയൊന്നും ആയില്ല. എന്നാലും കുഴപ്പമില്ല. പുറത്ത് വെച്ചിട്ടായിരുന്നു കേട്ടോ പാർട്ടി. അങ്ങനെ ഒപ്പിച്ചെടുക്കുക ചെയ്തത്. കുറച്ചും കൂടി ഭംഗിയൊക്കെ ഒപ്പിക്കേണ്ടതായിരുന്നു, കുറച്ചും കൂടി പ്ലാൻ ചെയ്യേണ്ടതായിരുന്നു എന്ന് എനിക്ക് പിന്നീട് തോന്നി. അപ്പോൾ നമ്മൾ ChatGPT തന്ന റെഫറൻസ് പ്രകാരം പ്രിൻ്റ് എടുക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. ഇപ്പോൾ ഇവിടെ കേക്കിൻ്റെ ഡിസൈനൊക്കെ ഒപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള സാമഗ്രികളൊക്കെ കിട്ടുന്ന കടകളൊക്കെ കുറവൊന്നല്ല, ഇല്ലയെന്ന് തോന്നുന്നു. പിന്നെ അല്ലെങ്കിൽ ഷീനോ തേമോന്നൊക്കെ ഓർഡർ ചെയ്യണം. അല്ലാണ്ട് അടുത്ത് പെട്ടെന്ന് ഓടിപ്പോയി ഷോപ്പിൽ നിന്നൊന്നും എടുക്കാൻ പറ്റില്ല. അപ്പോൾ കസ്റ്റമൈസ്ഡ് ആയിട്ടൊക്കെ വല്ലതും വേണമെങ്കിലൊക്കെ നമ്മൾ 7-Eleven പ്രിൻ്റ് സെറ്റപ്പ് ചെയ്തിട്ട് അവിടെ പോയിട്ട് നെറ്റ് പ്രിൻ്റ് എടുക്കുക ചെയ്യുക കേട്ടോ. അപ്പോൾ ഫോട്ടോ പ്രിൻ്റ് ആയിട്ട് കിട്ടും. നിസ്സാര പൈസയുള്ളൂ, 40 എണ്ണോ 30 എണ്ണോ എന്തോ ഉള്ളൂ. അപ്പോൾ അങ്ങനെ നമ്മളൊരു 3 പ്രിൻ്റ് ഔട്ട് എടുക്കുവാണ് കേട്ടോ. 5 പ്രിൻ്റ് ഔട്ട് 2 കേക്കിലേക്ക് വേണ്ടിയിട്ട്. അങ്ങനെ ബേബിയുടെ ഫോട്ടോവും 2 പേരുടെയും ഫോട്ടോ നമ്മൾ ഇങ്ങനെ AI വെച്ചിട്ട് ക്രിയേറ്റ് ചെയ്തതാണ്. അതേപോലെ തന്നെ കുറച്ച് ബട്ടർഫ്ലൈ ഒക്കെ ക്രിയേറ്റ് ചെയ്തു. എന്നിട്ട് അതിങ്ങനെ കട്ട് ചെയ്യലായിരുന്നു കുറച്ച് മെനക്കെട്ട പരിപാടി. അപ്പോൾ അതിരുന്നിട്ടൊരു നൈഫ് വെച്ച് കട്ട് ചെയ്ത് ഇങ്ങനെ എടുത്തു കേട്ടോ. നാട്ടിലാണെങ്കിൽ ഇതൊക്കെ ടപ്പേന്ന് പോയിട്ട് മേടിക്കായിരുന്നു. അങ്ങനെ എല്ലാ ടോപ്പേഴ്സും കട്ട് ചെയ്ത് വെച്ചു. നല്ല രസമില്ലേ കാണാൻ. അങ്ങനെ നമ്മൾ റിംഗായി പാർക്കിലെത്തി. അവിടെ വെച്ചിട്ടാണ് നമ്മുടെ ബർത്ത്ഡേ പാർട്ടി കേട്ടോ. എല്ലാതൊക്കെ നേരത്തെ സെറ്റ് ചെയ്ത് വെച്ചെങ്കിലും ലാസ്റ്റ് മിനിറ്റ് കേക്ക് എടുക്കാൻ വന്നപ്പോൾ എനിക്ക് ആകെ ഒരു വെപ്രാളും ടെൻഷനൊക്കെ ആയി. അങ്ങനെയാണ് പിന്നെ കേക്ക് ഡെക്കറേഷൻ പിന്നെ അങ്ങനെ ഒട്ടും പ്ലാൻ ചെയ്യാൻ പറ്റിയില്ല. പിന്നെന്താ, അങ്ങനെ പാർക്കിൽ ഔട്ട്ഡോർ ആയിട്ടാണ് ആദ്യമായിട്ടാണ് ഒരു ബർത്ത്ഡേ പാർട്ടി ഇങ്ങനെ കൂടുന്നത്. അപ്പം അങ്ങനെ സിമ്പിളായിട്ട് ഡെക്കറേഷനൊക്കെ ചെയ്തിട്ട് നല്ല രസമായിരുന്നു കേട്ടോ. പിന്നെ കൊതുക് കടി അസഹനീയമായിരുന്നു എന്ന് എല്ലാവരും പറഞ്ഞു. തന്നെ എന്തോ കൊതുക് കടിച്ചില്ല. പക്ഷേ സമ്മർ ടൈം ആയിട്ടുണ്ടെങ്കിൽ ജപ്പാനിൽ ഭയങ്കര കൊതുക് ശല്യമാണ് കേട്ടോ. ബർത്ത്ഡേ ഗേൾസും അമ്മയും എത്തിയിട്ടില്ല കേട്ടോ. അതുകൊണ്ട് അവരെ വെയിറ്റ് ചെയ്ത് നിൽക്കുവാണ്. അങ്ങനെ കേക്ക് മെൽറ്റാവുമെന്ന് എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു. ഇപ്പോൾ അത്യാവശ്യം ചൂടൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ടായി. എന്നാൽ 1 മണിക്കൂർ സമയം നമ്മുടെ കേക്ക് പിടിച്ചു നിന്നു. അവർ വരാറായി എന്ന് കണ്ടപ്പോൾ ഞാൻ കേക്ക് എടുത്തിട്ട് പതുക്കെ സെറ്റാക്കി തുടങ്ങുവാണ് കേട്ടോ.
ഇപ്പോൾ ടോപ്പേഴ്സൊക്കെ കാണാൻ നല്ല രസമുണ്ട്. ChatGPT തന്ന റെഫറൻസ് പിക്ചറും നല്ല രസമുണ്ടായിരുന്നു. പക്ഷെ കേക്ക് കുറച്ചിങ്ങനെ വട്ടം കൂടിയ കേക്കായിരുന്നു. അപ്പോൾ അതിങ്ങനെ വെച്ച് കഴിയുമ്പോഴുണ്ടല്ലോ ആകെ ഒന്നും ഇല്ലാത്ത പോലെയായിരുന്നു, ഒരു പ്ലെയിൻ ഫീലായിരുന്നു കേട്ടോ. അപ്പോൾ വീട്ടിലായിരുന്നെങ്കിൽ കുറച്ച് ബീഡ്സോ എന്തെങ്കിലുമൊക്കെ അപ്പം കിട്ടുന്നത് എന്തെങ്കിലുമൊക്കെ എടുത്ത് സെറ്റാക്കി വെക്കായിരുന്നു. ഇതിപ്പോൾ നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് വെക്കണോണ്ടേ അത് അത്ര എനിക്കങ്ങോട്ട് ഹാപ്പി ആയിരുന്നില്ല. പിന്നീട് ഇപ്പോൾ ആലോചിക്കുമ്പോൾ അങ്ങനെ ചെയ്യായിരുന്നു ഇങ്ങനെ ചെയ്യായിരുന്നു എന്നൊക്കെ തോന്നുക. പക്ഷെ ഇനിയിപ്പോൾ തോന്നിയിട്ട് കാര്യമില്ലല്ലോ, നേരത്തെ ചിന്തിക്കേണ്ടതായിരുന്നു. എനിക്കാണെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഭയങ്കര ടെൻഷനാണ് കേട്ടോ. എൻ്റെ ടെൻഷൻ്റെ കാര്യം എല്ലാവർക്കും അറിയാം. പിന്നെ രേഷ്മ കുറച്ച് കൂളാണ്, അതുകൊണ്ട് എനിക്ക് പിന്നെ അത്ര കുഴപ്പം തോന്നിയില്ല. അങ്ങനെ എല്ലാതും സെറ്റാക്കിക്കൊണ്ടിരിക്കുവാണ്. എല്ലാവരും കൂടി ഞാൻ അഭിപ്രായങ്ങൾ ചോദിക്കായിരുന്നു, ഇതെങ്ങനെ വെക്കണം, അവിടെ വെക്കണോ ഇവിടെ വെക്കണോ, അങ്ങനെ എല്ലാവരും കൂടി വന്നിട്ടാണ് അതിനൊന്ന് സെറ്റാക്കി എടുത്തത് കേട്ടോ. അങ്ങനെ കേക്ക് സെറ്റായപ്പോഴേക്കും നമ്മുടെ ബർത്ത്ഡേ കുട്ടി എത്തിപ്പോയി, നിയാരിക ചാന്ന് ജപ്പാൻകാർ കുട്ടികളുടെ കൂടെ ചേർത്ത് വിളിക്കണതാണ് കേട്ടോ. നിയാരിക എന്നാണ് പേര്, ജുജു എന്ന് വിളിക്കും. ജുജുവിൻ്റെ ചേച്ചിക്കുട്ടിയുടെ പേര് നൈനിക എന്നാണ്, ബുബു എന്ന് വിളിക്കും. അങ്ങനെ രണ്ടുപേരും കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടി റെഡി ആയിട്ട് നിൽക്കുവാണ് കേട്ടോ. ഇത് ശ്രീയുടെ പേരൻസ് ആണ്, അവർ ജപ്പാനിൽ വിസിറ്റിന് വന്നതാണ്. അപ്പോൾ ബർത്ത്ഡേ ആഘോഷത്തിലൊക്കെ പങ്കെടുക്കാറായി. പ്രിൻസസ് ടീമിലായിരുന്നു കേട്ടോ ബർത്ത്ഡേ. ഇപ്പോൾ രണ്ടുപേരും നല്ല പ്രിൻസസിൻ്റെ പോലെ റെഡി ആയിട്ടുണ്ടായിരുന്നു. നമ്മുടെ ജുജുക്കുട്ടിക്ക് ക്രൗൺ വെക്കാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ രണ്ടുപേരുടെയും കേക്ക് കട്ടിംഗ് ഒക്കെ നല്ല ഭംഗിയായിട്ട് കഴിഞ്ഞു. ഡ്രസ് കോഡ് ഉണ്ടായിരുന്നു കേട്ടോ. അഡൽസിന് എല്ലാവർക്കും ഒരു വൈറ്റ് ഷെയ്ഡും പിന്നെ കുട്ടികൾക്ക് എല്ലാവർക്കും കളർഫുൾ ഡ്രസ്സ്. അപ്പം മൊത്തത്തിൽ കാണാൻ നല്ലൊരു രസം ഉണ്ടായിരുന്നു കേട്ടോ. ജൂൺ മന്ത് ആയതുകൊണ്ട് അത്ര കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല, വലിയ ചൂടൊന്നും ഉണ്ടായിരുന്നില്ല, തണുപ്പും ഇല്ലാത്ത നല്ലൊരു കാലാവസ്ഥ കേട്ടോ. പിന്നെ കൊതുക് കടിയാണ് നേരത്തെ പറഞ്ഞ പോലെ ഒരു പ്രശ്നം. അപ്പോൾ ഇൻസെക്ട് റിപ്പല്ലൻ സ്പ്രേസ് ഒക്കെ കിട്ടും കേട്ടോ. അപ്പോൾ അതൊക്കെ അടിച്ചു കൊടുത്തിട്ടാണ് പിള്ളേരെയൊക്കെ ഒന്ന് ഇതാക്കിയത്. നമ്മൾ മറന്നിട്ടുണ്ടായിരുന്നു, അവിടെ എത്തി കൊതുക് കടി തുടങ്ങിയപ്പോഴാണ് അത് പറഞ്ഞെടുപ്പിച്ചത്. അങ്ങനെ അത് അടിക്കലായിരുന്നു. എന്നെ എന്തോ ഭാഗ്യം കൊണ്ടൊന്നും കടിച്ചില്ല. എൻ്റെ ബ്ലഡ് പൊട്ടിയാണെന്നൊക്കെയാണ് പറയണത്. എന്തായാലും കുഴപ്പമില്ല, ഞാൻ രക്ഷപ്പെട്ടു. ഇനി ഫുഡ് അടിയുടെ ടൈമാണ്. അപ്പോൾ കേക്കൊക്കെ പങ്കുവെച്ചുകൊണ്ട് ഇരിക്കുവാണ്. വൈകുന്നേരം ഒരു 3 മണി തുടങ്ങിയിട്ട് 6 മണി വരെയുള്ള സമയത്തായിരുന്നു കേട്ടോ പാർട്ടി. അപ്പോൾ അതുകൊണ്ട് തന്നെ ബ്രെഡോ സ്റ്റ്യൂ ആയിരുന്നു മെയിൻ കോഴ്സ് ആയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ സ്റ്റ്യൂ ഒക്കെ അവർ വീട്ടിൽ തന്നെ ഉണ്ടാക്കി. ചിക്കൻ സ്റ്റ്യൂവും എഗ് സ്റ്റ്യൂവും എല്ലാം അടിപൊളിയായിരുന്നു. ബ്രെഡ് ഇങ്ങനെ മേടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കോസ്കോന്ന് കുറച്ച് ഐറ്റംസ് ഒക്കെ ഓർഡർ ചെയ്തു. തന്തൂരി ചിക്കൻ മേടിച്ചു. അപ്പം എല്ലാം കൊണ്ടും അടിപൊളിയായിരുന്നു. കുട്ടിപ്പട്ടാളത്തിന് ഷീറ്റൊക്കെ വിരിച്ച് ഒരു സൈഡിലേക്ക് അങ്ങോട്ട് ഒതുക്കി. അപ്പോൾ അവരെ കൊണ്ട് വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ ഔട്ട്ഡോറും കൂടി ആയിരുന്നു, ഓടി നടന്ന് കളിക്കാൻ ഇഷ്ടം പോലെ സ്ഥലം ഉണ്ടായിരുന്നു. ഹാളിലൊക്കെ ആകുമ്പോഴേ കുറേ റെസ്ട്രിക്ഷൻസ് പറയുമ്പോൾ പിള്ളേർ ആകലമ്പാവും ചില സമയത്ത് കേട്ടോ. അപ്പോൾ അങ്ങനെ ബഹളം വയ്ക്കലും ഒക്കെ ഒരു പ്രശ്നമാണല്ലോ. പുറത്താവുമ്പോൾ അങ്ങനെ ഫ്രീ ആയിട്ട് നടക്കാറായി അവർക്ക്. പിന്നെ ഞാൻ ഒത്തിരി ടെൻഷൻ അടിച്ചെങ്കിലും കേക്കിന് അത്ര നല്ല റിവ്യൂ ആണ് എല്ലാവരും പറഞ്ഞു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പിയായി. ഇതാണ് നമ്മുടെ വാൻചോ കേക്ക്. ഒരു 6 മണിയൊക്കെ ആയപ്പോഴേക്കും പാർട്ടി വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായി. എല്ലാവരും കൂടി ഒത്തുപിടിച്ചിട്ട് അവിടെയൊക്കെ ഫുൾ ക്ലീൻ ആക്കി. പിന്നെ നമ്മൾ യൂസ് ചെയ്ത പരിസരവും കാര്യങ്ങളൊക്കെ നമ്മൾ ഒരു വേസ്റ്റ് തരി പോലും ഇല്ലാണ്ട് ക്ലീൻ ആക്കി വേസ്റ്റൊക്കെ കെട്ടി വീട്ടിലേക്ക് തന്നെ തിരിച്ചു കൊണ്ടുപോകണം കേട്ടോ. അങ്ങനെ പരിപാടികളൊക്കെ നല്ല ഭംഗിയായി. ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നവരെല്ലാവർക്കും ബൈ ബൈ.